അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ചെയ്താലോ? ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എക്സ്മാൻഷൻ കാണിച്ചുകൊണ്ടാണ്. പടത്തിന്റെ ഒരു മേജർ പാർട്ട് തന്നെ എക്സ്മെനും എക്സ്മാൻഷനും സംബന്ധിച്ച് തന്നെ ആവാനാണ് സാധ്യത. അടുത്ത സീനിൽ കാണിക്കുന്ന ചാൾസ് സേവിയർ ഒരു വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുന്നതാണ്. അപ്പോൾ വിൻഡോയുടെ റിഫ്ലക്ഷനിൽ നോക്കിയാൽ ആകാശത്ത് ഒരു ഇൻകേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. മാർവൽ കോമിക്സിൽ ഇൻകേഷൻ എന്തെന്നാൽ 2 യൂണിവേഴ്സുകൾ മെർജ് ആവുന്നതാണ്. അത് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ അവ രണ്ടും നശിച്ചില്ലാതാകും. പുറത്തു വരുന്ന റൂമർ പ്രകാരം ടോബിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സും എക്സ്മെൻ്റെ യൂണിവേഴ്സും തമ്മിൽ കൊളൈഡ് ആവാനാണ് സാധ്യത. അതുപോലെ ട്രെയിലറിൽ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഒപ്പം തോർ നടന്നു വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അത് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഷിപ്പ് തന്നെയാണ്. അതിനുശേഷം വരുന്ന ത്രെട്ടിനെ പറ്റി തോർ മറ്റ് ടീംമേറ്റ്സിനോട് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ടീമിൽ ന്യൂ അവഞ്ചേഴ്സും ആൻറ്റിമാനെയും സാമുവൽസിനെയും ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ നമോറിനെ കാണിക്കുന്ന സീനിൽ കുറച്ചുകൂടി കോമിക് ആക്യുറേറ്റ് ആയ സൂട്ടാണ് നമോർ ധരിച്ചിരിക്കുന്നത്. ഡോക്ടർ ഡൂമായിട്ടുള്ള ഫൈറ്റിന് വേണ്ടിയിട്ടായിരിക്കും നമോറിൻ്റെ ഹെൽപ്പ് ചോദിക്കാനായിട്ട് വക്കാണ്ടൻസ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇതിന് മുന്നേ ഉള്ള ടീസറിൽ കാണിച്ചിരിക്കുന്നത് പോലെ സൈക്ലോപ്സ് ഇത്രയോടി കുറച്ചുകൂടി കോമിക് ആക്യുറേറ്റ് ആയ സൂട്ട് ധരിച്ചിരിക്കുന്നത് കാണാം. പിന്നീടുള്ളത് ഗാംബിറ്റിൻ്റെയും ഷാങ്ചിയുടെയും ഫൈറ്റാണ്. അതുപോലെ ലോക്കിയുടെ ടിവിയുടെ കാർഡ് ആരോ ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് സ്റ്റീവ് റോജേഴ്സ് ആവാനാണ് സാധ്യത. കാരണം ലോക്കി വന്ന് സ്റ്റീവ് റോജേഴ്സിനോട് പെഗിയോടും വരുന്ന ത്രെട്ടിനെ പറ്റി വാൺ ചെയ്യുന്നതായിട്ട് റിപ്പോർട്ട്സ് ഉണ്ട്. അതുപോലെ ടോം ഹിഡൽസ്റ്റനെ ക്യാപ്റ്റൻ അമേരിക്കയുടെ വീട് ഷൂട്ട് ചെയ്ത ലൊക്കേഷനിൽ കണ്ടതായ റിപ്പോർട്ടുകളുണ്ട്. പിന്നീട് ട്രെയിലർ കാണിക്കുന്നത് മിസ്റ്റീക്കിൻ്റെയും എലീനയുടെയും ഫൈറ്റാണ്. മിസ്റ്റീക്ക് എലീനയായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതിലൂടെ എൻഡ് ഗെയിമിൽ ക്യാപ്റ്റൻ വേഴ്സസ് ക്യാപ്റ്റൻ ഫൈറ്റ് കണ്ടതുപോലെ ഡൂംസ്ഡേ എലീന വേഴ്സസ് എലീന ഫൈറ്റ് ഉണ്ടായിരിക്കും. മാഗ്നീറ്റോയെ ഈ ഒരു ഷോട്ടിൽ മാത്രമാണ് അവർ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ട്രെയിലറിൽ ഏറ്റവും കൂടുതൽ ഗൂസ് ബംസ് തരുന്ന സീൻ സ്റ്റീവ് റോജേഴ്സ് തിരിച്ചു വരുന്നതാണ്. ഇത് ക്യാപ്റ്റൻ ഹൈഡ്രയാണെന്ന് ഒരുപാട് തിയറീസ് ഉണ്ട്. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം ഇത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് തന്നെയാണ്. അല്ലെങ്കിൽ മ്യോൾനിയറിന് വെറുത്തിയായിരിക്കുകയില്ല. ശരിയാണ്, ക്യാപ്റ്റൻ ഹൈഡ്രയും മ്യോൾനിയർ വെറുത്തുന്നുണ്ട്. പക്ഷെ അത് വെറുത്തിയായതുകൊണ്ടല്ല. മാഡം ഹൈഡ്ര കോസ്മിക് ക്യൂബ് ഉപയോഗിച്ച് മ്യോൾനിയർ ആൾട്ടർ ചെയ്തതുകൊണ്ടാണ് ക്യാപ്റ്റൻ ഹൈഡ്രയ്ക്ക് അത് ഉയർത്താൻ പറ്റുന്നത്. പിന്നെ ഈ സീനിൽ തോറിൻ്റെ കയ്യിലിരിക്കുന്ന ഹെല്ല ഡിസ്ട്രോയ് ചെയ്ത ഹാമർ ആയതുകൊണ്ട് അതിനും സാധ്യതയില്ല. അതുപോലെ ട്രെയിലറിലെ ഫൈനൽ ഷോട്ടിൽ ഡോക്ടർ ഡൂം തോറിൻ്റെ അറ്റാക്ക് 2 ഫിംഗേഴ്സ് വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. 6 ഇൻഫിനിറ്റി സ്റ്റോൺസ് ഉള്ള താനോസിന് പോലും അത് സാധിച്ചിട്ടില്ല. അതിൽ നിന്ന് എത്രമാത്രം പവർഫുൾ ആണ് ഡോക്ടർ ഡൂം എന്നാണ് കാണിക്കുന്നത്. ഈ സീനിൽ ഡോക്ടർ ഡൂമിൻ്റെ കയ്യിലെ ഗ്ലൗസ് ശ്രദ്ധിച്ചാൽ ഒരു സിമ്പിൾ കാണാൻ സാധിക്കും. അതിനർത്ഥം ഡോക്ടർ ഡൂം റൂൺ മാജിക് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ്. MCUവിൽ അത് ജസ്റ്റ് റാൻഡം പവർ അല്ല. റൂൺ മാജിക് സെലസ്റ്റിയൽസും സ്കാർലറ്റ് വിച്ചായിട്ട് വരെ കണക്റ്റഡ് ആണ്. ഇതുപോലെ സിമിലർ ആയ സിമ്പിൾ എറ്റേണൽസിൻ്റെ സ്യൂട്ടിലും സ്കാർലറ്റ് വിച്ചിൻ്റെ സ്യൂട്ടിലും കാണാൻ സാധിക്കും. ഒരു പക്ഷേ ഡോക്ടർ ഡൂം സെലസ്റ്റിയൽസിൻ്റെ പവർ അബ്സോർബ് ചെയ്താവാനും സാധ്യതയുണ്ട്. എന്തായാലും കിടിലൻ ട്രെയിലറാണ് മാർവൽ പുറത്തുവിട്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.